നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഈ പരിഹാരം നടത്താൻ വേണ്ട എല്ലാ സഹകരണവും ഉണ്ടാവും. അതും വേണ്ടതാണല്ലോ. ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ അത്. ദേവികയും ഗോപികയും എന്റെ മോൾ അഞ്ജിതയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും അവൾക്കുണ്ടായ നാണക്കേടിനെ കുറിച്ച് ഓർത്തില്ലെങ്കിലും എനിക്കോ എന്റെ മോൾക്കോ അങ്ങനെ ചിന്തിക്കാനാവില്ല. ഞങ്ങൾ അത്തരക്കാരല്ല. സിദ്ധം പറഞ്ഞതുപോലെ ഇനി ഒരു വിവാഹ ബന്ധം നിങ്ങളുടെ കുടുംബവുമായി ഉണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തില് ഞാനും എന്റെ മോളും തന്നെയല്ലേ വിചാരിക്കേണ്ടത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതാണ് വാസ്തവം. ദേ ഇവിടെ വെച്ച് പറയാ, എന്റെ മോളെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കാൻ എനിക്ക് പൂർണ്ണ സമ്മത. ഞാനത് ഒത്തിരി ആഗ്രഹിച്ചതുവാ. പക്ഷേ വിധി മറ്റൊന്നായി പോയി. ഇപ്പോ വീണ്ടും ആ യോഗം കറങ്ങി തിരിഞ്ഞു വരണമെങ്കിൽ അതൊരു തരത്തില് അഞ്ജിതയുടെ ഭാഗ്യമായിരിക്കും മാഡം. സുലോചനെ അത് എന്തായാലും സിദ്ധം പറഞ്ഞ പരിഹാരം നടത്തിയല്ലേ പറ്റൂ. ആ പരിഹാരം നടത്തണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും തയ്യാറാകേണ്ടത് ഞാനും എന്റെ മോളുവാ. ഞാനതേ പറഞ്ഞോളൂ. അഞ്ജിതയെ ഇപ്പോ എന്താ അഞ്ജിതയെ പൊന്നാരൻ തോട്ടത്തെ മരുമകളായി സ്വീകരിക്കുന്നതില് മാഡത്തിന് എതിർപ്പുണ്ടോ? എന്തെതിർപ്പ്? പിന്നെന്താ? അല്ല, അത് അഞ്ജിതയും അഭിഷേകും തമ്മിലുള്ള വിവാഹം നടത്തിയ ഈ പ്രശ്നമൊക്കെ തീരൂലേ? ഗോപികയുടെ ജാതക ദോഷത്തിന് പരിഹാരവും ആവും. ഇനിയുള്ള കാലം ഋഷിയുടെ ആയുസിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാതെ മാഡത്തിനും കുടുംബത്തിനും സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും കഴിയാം. ഞാൻ ചിന്തിച്ചതിൽ വല്ല തെറ്റുണ്ടോ? മാഡം തന്നെ ഒന്ന് പറയേ. ഇതല്ലേ സിദ്ധൻ ഉദ്ദേശിച്ച പരിഹാരവും? സുലോചന പറഞ്ഞത് ശരിയാ. പക്ഷേ ചിന്തിക്കുമ്പോ എല്ലാ വശങ്ങളും ചിന്തിക്കണമല്ലോ. അഭിഷേകവും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ ഞാനോ മഹേട്ടനോ മാത്രം തീരുമാനിച്ച പോരാ. അവൻ ഞങ്ങളുടെ മകനായിരുന്നെങ്കിൽ തീരുമാനം ഞങ്ങൾക്ക് തന്നെ എടുക്കാമായിരുന്നു. ഇതിപ്പോ ഹരിയുടെ മായയുടെ സമ്മതം വേണം. അഭിഷേകിന്റെ താല്പര്യം അറിയണം. എല്ലാം ചിന്തിക്കുമ്പോ മാഡം ഋഷിയുടെ ആയുസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അപ്പൊ എല്ലാ വഴികളും താനേ തുറക്കും. അമ്മാ, അമ്മാ, തായേ, ധർമ്മം തരണേ അമ്മ. എന്തെങ്കിലും ധർമ്മം തരണേ അമ്മ. തായേ, അമ്മ. അമ്മേ, തായേ. ഒന്നല്ല, രണ്ട് കല്യാണം നടക്കും. 2 കല്യാണം. അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞേ? ഭ്രാന്ത്. ഇത് ഭ്രാന്ത് വിളിച്ച് പറയുന്നതാ. മാഡം വാ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.